ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്ന് ഓണം സീരീസിലെ മൂന്നാമത്തെ വിഭവമായ കൂട്ടുകറിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കൂട്ടുകറീൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കടല, അത് വേവിക്കാൻ വേണ്ടി തലേ ദിവസം തന്നെ പുതിർത്തി വെക്കുക. പുതിർത്തി വെച്ച കടല കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. കൂട്ടുകറി ഈ കടല വെച്ചിട്ടും അതേപോലെ കടലപ്പരിപ്പും വെച്ചുണ്ടാക്കും. കടലപ്പരിപ്പ് നല്ല ടേസ്റ്റാണ്. ഇനി അടുത്ത മെയിൻ 2 ഇൻഗ്രീഡിയൻറ്റ് ചേനയും കായും, അത് രണ്ടും ബോക്സ് ടൈപ്പിൽ കട്ട് ചെയ്ത ശേഷം അതും നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുക്കുക. അതുകൊണ്ട് തന്നെ 2 or 3 മാക്സിമം വിസിൽ മാത്രം കൊടുക്കുക. പിന്നെ കുക്കറിൽ വെക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം മാത്രം വെക്കുക, അപ്പോൾ കൂടുതലായിട്ട് അടിഞ്ഞു പോകില്ല. നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാണ്. അപ്പോൾ വേവിച്ച് വെച്ച കടല അത് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കായും ചേനയും അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഡ്രൈ ആവുന്ന വരെ നമ്മളിത് പാൻ ചൂടാവണം. ആദ്യ സെറ്റ് കൂട്ടുകറിക്ക് അരപ്പാണ് തയ്യാറാക്കേണ്ടത്. അതിന് തേങ്ങയ്ക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി കൂട്ടുകറിക്ക് ഒരു മെയിൻ സാധനമാണ്. അപ്പോൾ കുരുമുളക് പൊടി കുറയ്ക്കാതിരിക്കുക. പിന്നെ വേണ്ടത് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, പിന്നെ 2 മണി പച്ചക്കറിയിലിടുന്ന ജീരകം. നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ഭയങ്കര വെള്ളമായിട്ട് അരച്ചെടുക്കരുത്, കുറച്ച് മാത്രം വെള്ളം യൂസ് ചെയ്യുക. കാരണം ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് നമ്മളെ കൂട്ടുകറി ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതേ കൺസിസ്റ്റൻസിയിലാണ് ഇതിലേക്ക് തേങ്ങ ചേർക്കേണ്ടത്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒന്ന് ഉപ്പ് നോക്കിയ ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ അതാ ഇത്രയാണ് ഉപ്പിടുന്നത്. നമ്മൾ ഓൾറെഡി കടലയിലും അതേപോലെ കഷ്ണത്തിലും ഉപ്പുണ്ടാവും. പക്ഷേ ഈ അരപ്പിൽ ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. കൂട്ടുകറി നമ്മൾ 2 രീതിയിലാണ് പൊതുവെ എല്ലാവരും വെക്കാറ്. അപ്പോൾ ഒന്നെങ്കിൽ മധുരം ഉണ്ടായിട്ട് വെക്കാം, അല്ലെങ്കിൽ മധുരം ഇല്ലാതെ വെക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് കൂട്ടുകറി കൂടുതലും മധുരത്തിലാണ് വെക്കാറ്. അപ്പോൾ ഞങ്ങൾ ഇതാ ശർക്കര ഇടുന്നുണ്ട്. ഞാൻ ഇത് 2 ആണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ശർക്കരയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ശർക്കര ഇതിലേക്ക് ലയിച്ച് ഒന്ന് വാട്ടറി ആയിട്ട് വരണം. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടുകറീൻ്റെ മെയിൻ ആൻഡ് ഫൈനൽ പാർട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ കൂട്ടുകറിയിലേക്ക് നമ്മൾ ഈ വറവും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങ എടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിരുന്നത്. തേങ്ങയിലേക്ക് കടുക്, പിന്നെ കരിവേപ്പില, പിന്നെ 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് മുളക് പൊടി, അതുകൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ വറവിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ഇളം ബ്രൗൺ ആയി വരുന്നവരെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മളെ കൂട്ടുകറി ഏകദേശം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളെ വറവ് ഏകദേശം നല്ല ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വറവിൻ്റെ പാകം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇത് നമ്മളെ കൂട്ടുകറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ, സ്കിപ്പും ചെയ്യാൻ പാടില്ലാത്ത ഒരു പാർട്ട്. ഇനി ഇത് നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കൂട്ടുകറി. അപ്പോൾ നമ്മളെ കൂട്ടുകറിൻ്റെ ഫൈനൽ പാർട്ടും കൂടി ചെയ്ത ശേഷം നമ്മളിതൊന്ന് അമർത്തി വെക്കുക. അപ്പോൾ ഒന്ന് ചൂടൊക്കെ തണിഞ്ഞ ശേഷം നമ്മളൊന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ കൂട്ടുകറി ഇത്രയും സിമ്പിളാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ സദ്യയിൽ തന്നെ ഏറ്റവും ആൾക്കാർക്ക് പ്രിയപ്പെട്ടൊരു വിഭവം തന്നെയാണ് കൂട്ടുകറി. സദ്യക്കൊക്കെ പോയി കൂട്ടുകറി വീണ്ടും വീണ്ടും ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കും നമുക്കിനി സംശയം വേണ്ട. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ കൂട്ടുകറി ഉണ്ടാക്കാമെന്ന് പഠിക്കാം. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഇനി അടുത്ത വിഭവമായിട്ട് വരുന്നവരെ ഓക്കെ ദെൻ ബൈ.